Good morning, dear students. Today we are discussing the topic peasant revolt and what are the reasons behind the peasant revolt of 1381. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് എലമെൻറ്റ്സ് ചർച്ച ചെയ്തിട്ടാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ കോസസ് ഫോർ ദ പെസന്റ് റിവോൾട്ട് ഓഫ് 1381. എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ റീസൺസ് എന്ന് അതിനെ വിളിക്കുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഇനി ബാക്കിയുള്ള രണ്ടെണ്ണമാണ് റിലീജിയസ് ഫാക്ടർ ആൻഡ് ഓൾസോ സോഷ്യൽ ഫാക്ടർ. What are the reasons behind the peasant revolt in the field of religion and the social system? ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ റിലീജിയസ് ആയിട്ട് എന്തുകൊണ്ടൊരു പ്രതിസന്ധി അവിടെ നേരിട്ടു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ ജോൺ വൈക്ലിഫാണ്. ജോൺ വൈക്ലിഫ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ 14ാം സെഞ്ച്വറിയിൽ ലോകം കണ്ട ഏറ്റവും മികച്ച റീഫോമർ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു റീഫോർമേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ചർച്ച് വളരെയധികം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. കാരണം ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും അച്ഛന്മാരായിട്ടുള്ള സന്യാസിമാരായിട്ടുള്ള വലിയൊരു വിഭാഗത്തിനും അവരർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരവും പ്രാധാന്യവും ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്ന് പറയപ്പെടുന്നു. അവർക്ക് ലഭിച്ചിരുന്ന ആ പ്രാധാന്യവും ഒപ്പം തന്നെ റിലീജിയസ് ചർച്ചുകൾക്ക് ലഭിക്കുന്ന ടാക്സുകൾ അല്ലെങ്കിൽ ചർച്ചിന് കിട്ടുന്ന ഹോമേജ്, അതിലൂടെ ചർച്ച് വലിയൊരു വെൽത്തിയസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ് എന്നുള്ള രീതിയിലേക്ക് മാറാൻ തുടങ്ങി. കാരണം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ക്രിസ്ത്യാനിറ്റി, അവരൊക്കെ തന്നെ ചർച്ചിന് ഹോമേജ് പേ ചെയ്യുന്നു. ഒരു നിശ്ചിത വിഹിതം ഇത് ചർച്ചിൻ്റെ കാര്യങ്ങൾ നടക്കാനായിട്ട്. ചർച്ചിന് എന്ത് കാര്യമാണ് നടത്താനുള്ളത്? ചർച്ചിലെ കാര്യം നടത്തുക എന്ന് പറഞ്ഞാൽ ചർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് ഉള്ള പണം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ പൈസ എടുത്ത് അച്ഛന്മാരും കന്യാസ്ത്രീമാരും സന്യസ്തരുമായിട്ടുള്ള വലിയൊരു വിഭാഗം അതിനെ മുച്ചൂട് മുടിച്ചു എന്ന് പറയും. സുഖലോലുപതയിൽ, ലോകസുഖങ്ങളിൽ ആ ഒരു കാലഘട്ടത്തിനെ വിശേഷിപ്പിച്ചിരുന്നത് സന്യാസിമാരായിട്ടുള്ള പ്രീസ്റ്റുമാരായിട്ടുള്ള ആളുകൾ പണത്തിൻ്റെയും പണം കൊടുത്താൽ കിട്ടുന്ന സ്ത്രീ ശരീരത്തിൻ്റെയും പുറകെ പോയിരുന്ന കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടത്. അതായത് തെളിച്ചു പറഞ്ഞാൽ എന്താണ്? വേശ്യാവൃത്തി നടത്തി ജീവിക്കുന്ന സ്ത്രീകളെ ഉപയോഗിച്ചിരുന്ന സന്യാസി വിഭാഗം. ഞാൻ ഇന്നത്തെ ഒരു സമൂഹത്തിന് ബേസ് ചെയ്തിട്ടല്ല കേട്ടോ പറയുന്നത്. ഇനി ഞാൻ വർഗീയത പറഞ്ഞു എന്നോ പുരോഹിതർക്കെതിരെ സംസാരിച്ചു എന്നൊന്നും പറയരുത്. ഞാൻ ആ കാലഘട്ടത്തിൻ്റെ മ്ലേച്ഛതയാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ജോൺ വൈക്ലിഫ് എന്ന് പറയുന്ന പുരോഗമനപരമായി ചിന്തിക്കാൻ കഴിയുന്ന ഒപ്പം തന്നെ ഓർത്തഡോക്സ് മൈൻഡുള്ള സഭ എന്ന് പറയുന്നതും സന്യാസ ജീവിതം എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ദിശാബോധമുള്ള വ്യക്തിയായിരുന്നു ജോൺ വൈക്ലിഫ്. അദ്ദേഹം പറഞ്ഞു, പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോകസുഖത്തിൽ മുഴുകി ജീവിക്കാനുള്ള വ്യക്തിയല്ല. ഹീസ് എ പേഴ്സൺ ഡിവോട്ടഡ് ടു ഗോഡ്. ദൈവത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. അയാൾക്ക് എന്തിനാണ് പൈസ?
ജീസസ് ക്രൈസ്റ്റ് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹോളി ബൈബിളിലൂടെ സ്ഥാപിക്കുന്ന ഒരു കാര്യമുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല, പക്ഷെ അവരൊക്കെ പിതാവായ ദൈവം തീറ്റിപ്പോറ്റുന്നു. അവരെക്കാൾ എത്രയോ മഹത്തരമാണ് മനുഷ്യൻ. സോ നിങ്ങൾ നാളെയെക്കുറിച്ച് ആകുലരാകേണ്ട എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ അനുയായികളായി ക്രിസ്തുവിന് വേണ്ടി സ്വയം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള പുരോഹിത വർഗത്തിന് എന്തിനാണ് പണം? ഈ പണം ഉണ്ടാക്കാനുള്ള മേഖലയാണ് സ്പിരിച്വാലിറ്റി എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് മാർഗനിർദ്ദേശം കൊടുത്ത വ്യക്തിയാണ് ജോൺ വൈക്ലിഫ്. ദി മോർണിംഗ് സ്റ്റാർ ഓഫ് റിനൈസൻസ് ഓർ റിഫോർമേഷൻ എന്നാണ് ജോൺ വൈക്ലിഫിനെ വിശേഷിപ്പിക്കുന്നത്. പ്രഭാതതാരകം. നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും ആദ്യം പ്രഭാതമുണ്ടാകുന്നതിന് മുൻപേ ചില നക്ഷത്രങ്ങൾ പ്രഭാത വെളിച്ചവുമായിട്ട് മുകളിൽ വന്ന് നിൽക്കും. അത്തരം ഒരു നക്ഷത്രമായിട്ടാണ് ജോൺ വൈക്ലിഫിനെ കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹം കാലത്തിന് ഒരുപാട് മുന്നേ സഞ്ചരിച്ചു. അദ്ദേഹം ഇത് വന്നു പറഞ്ഞപ്പോൾ സഭ ഒന്നടങ്കം ഇദ്ദേഹത്തിനെതിരായിട്ട് പോയി. കാരണം അവർ ജീവിച്ചിരുന്ന സുഖത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അത്രയും ആഡംബരപൂർണമായിട്ടുള്ളൊരു ജീവിതത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ അവർ തയ്യാറല്ല. അപ്പോഴാണ് ജോൺ വൈക്ലിഫ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലൊലാഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഫോം ചെയ്തെടുക്കുന്നു. ഈ ലൊലാഡ്സിൻ്റെ പ്രത്യേകത, ദേ അതർവൈസ് കോൾഡ് ആസ് പുവർ പ്രീസ്റ്റ്, ദരിദ്രരായ വൈദികർ. ആ ദാരിദ്ര്യം അവർക്ക് ജന്മന കിട്ടിയതല്ല. അവർ ആ ദാരിദ്ര്യത്തിലൂടെ ജീവിക്കാൻ തീരുമാനിച്ച് ഇതാണ് സന്യാസി ജീവിതം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചവരാണ് ലൊലാഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ ശക്തമായിട്ടുള്ള എതിർപ്പുകളും മറ്റും ജോൺ വൈക്ലിഫിനെതിരെ സഭ ഉയർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ ജോൺ വൈക്ലിഫിന് ഒരുപക്ഷെ സാധിക്കാതെ പോയി എന്ന് വേണം കണക്കാക്കാൻ. പക്ഷെ ജോൺ വൈക്ലിഫ് തുറന്നു കാട്ടിയ സഭയുടെ നീചപ്രവർത്തികളും ആഡംബര സുഖസൗകര്യങ്ങളോടുകൂടിയുള്ള ജീവിത രീതിയെയും ജോൺ വൈക്ലിഫ് ചോദ്യം ചെയ്തപ്പോൾ അതെന്തായിട്ട് മാറി? ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിലീജിയസ് ഫാക്ടർ ഇൻ പെസന്റ് റിവോൾട്ട് ഓഫ് 1381. ആൻഡ് ദ സെക്കൻഡ് തിങ്, ചർച്ച് ആൻഡ് പെസൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ചർച്ചും പെസൻസും തമ്മിൽ എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ എതിർചേരികളിലായി എന്നുള്ളതാണ് ചോദ്യം. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ചർച്ചിന് കൊടുക്കേണ്ട പണം കണ്ടെത്താൻ വേണ്ടി രാജാവും അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരും പുതിയ പുതിയ ടാക്സുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ പുതിയ ടാക്സുകളൊക്കെ തന്നെ പെസൻസിന് വലിയൊരു ബേർഡനായിട്ട് മാറാൻ തുടങ്ങിയപ്പോൾ തങ്ങൾക്ക് ഈ ബേർഡൻ വരാൻ കാരണമായ ചർച്ചിനെതിരെ തിരിയാൻ അതൊരു കാരണമായി തീർന്നു. ചർച്ചില്ലെങ്കിൽ, ചർച്ചിന് ഹോമേജ് പേ ചെയ്യേണ്ടി വരുന്നില്ലെങ്കിൽ രാജാവ് ഒരുപക്ഷെ ഇത്രയും ടാക്സ് ചുമത്തില്ലായിരുന്നു എന്നുള്ള തോന്നലാണ് പെസൻസിനെ ചർച്ചിനെതിരായിട്ട് നിൽക്കാൻ പ്രേരിപ്പിച്ച ഘടകം. അങ്ങനെ പെസൻസ് പൂർണ്ണമായിട്ടും ചർച്ചിനും ചർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ക്ലർജി പീപ്പിളിനും എതിരാവാനായിട്ട് തുടങ്ങി. ഇത് രണ്ടുമാണ് റിലീജിയസ് ഫാക്ടർ എന്നുള്ള ഘടകത്തിൽ നിങ്ങൾ പഠിക്കാനോ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. നെക്സ്റ്റ് സോഷ്യൽ ഫാക്ടറാണ്. സോഷ്യൽ ഫാക്ടറിൽ ആദ്യത്തേത് നിങ്ങൾ പഠിച്ച സ്റ്റേറ്റ്യൂട്ട് ഓഫ് ലേബർ ഇൻ 1351 പൊളിറ്റിക്കൽ റീസണിൽ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ആ പൊളിറ്റിക്കൽ റീസൺ ഒരു സോഷ്യൽ കോസ് കൂടിയാണ്. എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ സ്റ്റേറ്റ്യൂട്ട് ഓഫ് ലേബർ എന്ന് ആലോചിച്ചാൽ ഉത്തരം മനസ്സിലാവും. എന്താ റീസൺ? സ്റ്റേറ്റ്യൂട്ട് ഓഫ് ലേബർ എന്തിനാ പ്രഖ്യാപിച്ചത്? ഡ്യൂ ടു ദ ബ്ലാക്ക് ഡെത്ത് 1/3 ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇംഗ്ലണ്ട് ഹാസ് ബീൻ ഡിക്ലൈൻ or died due to the lack of supply of laborers. The English Parliament passed a new law
statute of labor, it demands all the peasants work in the same wage limit in the pre-plague period. ബ്ലാക്ക് ഡെത്ത് ഉണ്ടാവുന്നതിനും പ്ലേഗ് വരുന്നതിനും മുൻപ് എത്ര രൂപയ്ക്കാണോ നിങ്ങൾ ജോലി ചെയ്തിരുന്നത് അതേ ജോലി തന്നെ അതേ വേജ് ലിമിറ്റിൽ തുടരാൻ നിർബന്ധിക്കുന്ന നിയമമാണ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ്. അങ്ങനെ ഒരു നിയമം 1351 പാസ്സാക്കിയപ്പോൾ അതൊരു സോഷ്യൽ ഫാക്ടറായിട്ട് മാറിയതിൻ്റെ പിന്നിലെ കാരണം ജനസംഖ്യ കുറഞ്ഞു, സമൂഹത്തിൻ്റെ വലിപ്പം കുറഞ്ഞു, ഒപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതായി. ഹ്യൂമൻ റിസോഴ്സ് സോഷ്യൽ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധമാണ് ആ കാണിക്കുന്നത്. രണ്ടാമത്തേത് സംപ്റ്റ്യൂട്ടറി ലോസ്. സംപ്റ്റ്യൂട്ടറി ലോ എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്കെതിരെ അവിടുത്തെ ഗവൺമെൻറ് നടപ്പിലാക്കിയ മറ്റൊരു നിയമം സോഷ്യൽ ഫാക്ടറിൽ തന്നെ ഉൾപ്പെടുന്നു. എന്താണെന്നുള്ളത് നമ്മൾ കാണാനായിട്ട് പോകുന്നുണ്ട്. 1363 നിയമം. ദെൻ ജോൺ ബോൾ ഫോബിംഗ് എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ജോൺ ബോൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹമാണ് പെസന്റ് റിവോൾട്ടിന് തുടക്കം കുറിച്ച വ്യക്തി. ഫോബിംഗ് എന്ന് പറയുന്ന ഒരു ടൗണിൽ നിന്നാണ് പെസന്റ് റിവോൾട്ടിൻ്റെ തുടക്കം. അവിടെ നിന്ന് അവർ മാർച്ച് ചെയ്ത് ലണ്ടനിലേക്ക് പോവുകയാണ് പെസൻസ് ചെയ്തത്. അതിലേക്കും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് സാങ്ച്വറി ലോസും സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സും എങ്ങനെ പെസന്റ് റിവോൾട്ടിന് കാരണമായി തീർന്നു എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാം. ആദ്യം റിലീജിയസ് ഫാക്ടർ. റിലീജിയസ് ഫാക്ടേഴ്സ് also played an important role in the peasant revolt. During the later half of the 14th century, the people of England had many complaints against church. They developed major issues with the church for its wealth and spiritual failure. ഈ രണ്ട് കാര്യങ്ങളാണ് ജോൺ വൈക്ലിഫും ചൂണ്ടിക്കാട്ടിയത്. ഒന്നാമത്തെ കാര്യം, സഭയ്ക്ക് എന്തിനിത്ര പണം, ചർച്ചിന് എന്തിനിത്ര പണം എന്നുള്ളതാണ് ജോൺ വൈക്ലിഫ് ആദ്യം ചോദിച്ച കാര്യം. രണ്ടാമത്തേത്, ജോൺ വൈക്ലിഫ് ചോദിക്കുന്നു, എവിടെയാണ് സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നത് എവിടെ? ചർച്ചിന് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങളെ നിർവചിക്കാനും നിയന്ത്രിക്കാനും തുടങ്ങിയപ്പോൾ ജോൺ വൈക്ലിഫ് അവരോട് ചോദിക്കുകയാണ്, ഇവിടെ എവിടെയാണ് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി കാണിച്ചു തരാൻ പറ്റുന്നത്? ഈ സ്പിരിച്വാലിറ്റി ഇല്ലാതെ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ആത്മീയ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നത്? അതാണ് ജോൺ വൈക്ലിഫ് അന്ന് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. It was in the backdrop emerged a radical religious group named Lollards under John Wycliffe. Wycliffe criticized the church and their wealth and believed they need to emulate the poverty of Jesus Christ, not live in luxury and wealth. ജോൺ വൈക്ലിഫിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു സംഘടന പോലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പോലെ ലൊലാഡ്സ് രൂപം കൊണ്ടു. ആ ലൊലാഡ്സ് അന്നുവരെയുള്ള സഭാവിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, എന്തിനാണ് പണം. ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് അവകാശപ്പെടുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾക്ക് എന്തിനാണ് പണം, എന്തിനാണ് സുഖലോലുപത എന്നുള്ള ചോദ്യം അവർ ജനങ്ങളുടെ മുൻപിൽ ചോദിക്കാനായിട്ട് തയ്യാറായി. ആ ചോദ്യത്തിനാണ് ഇവരുടെ കയ്യിൽ ഉത്തരമില്ലാതെ പോയത്. The followers of Wycliffe actively participated in the revolt. The church in medieval society was one of the most powerful institutions and the focal point of many controversies in 14th century England. അപ്പോൾ ലൊലാഡ്സ് ഈ ഒരു അസ്വസ്ഥത നിറഞ്ഞ ചർച്ചിൻ്റെ ഈ പെരുമാറ്റത്തിൽ
പെസൻസിന് അനുകൂലമായി നിൽക്കുകയും പെസൻ റിവോൾട്ടിൽ പെസൻസിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാവുകയും ചെയ്തവരാണ്. കാരണം അന്നത്തെ കാലത്ത് ചർച്ച് എന്ന് പറയുന്നതാണ് ഫൈനൽ അതോറിറ്റി. ഒരു പക്ഷേ രാജാവെടുത്ത തീരുമാനത്തെ പോലും പുനർവിചിന്തനം നടത്താൻ ഒരു പക്ഷേ ചർച്ചിന് സാധിക്കും. അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പക്ഷേ ചർച്ച് വാസ് ദ ലാസ്റ്റ് വേർഡ് ഇൻ ദി ഓൾ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദി ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേഷൻ. അത്ര പവർഫുള്ളാണ്. അപ്പോൾ പെസൻസിനെതിരായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ലൊലാറ്റ്സ് പെസൻസിൻ്റെ കൂടെ ചർച്ചിനെതിരായിട്ട് നിലകൊണ്ടു. The underlying cause for the peasants had hatred of certain aspect of the church. The church had become very wealthy at the time, not just as an organization but as individuals within the church who tried to secure their own wealth. ഇപ്പോഴത്തെയാണ് പ്രശ്നം. ചർച്ച് ഒറ്റയ്ക്ക് ചർച്ച് വെൽത്തി ആയാൽ അത് വലിയൊരു പ്രശ്നമല്ല. കാരണം ഓവറോൾ ചർച്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ പണം ഉപയോഗിക്കുക. പക്ഷേ ഞങ്ങൾ ചർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് കുറേ പേര് ചർച്ചിനെ മുതലെടുക്കുകയും അതിൽ നിന്ന് വലിയൊരു ലാഭമുണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്തു. ഇവിടെയാണ് പ്രശ്നം. ഇപ്പോൾ പെസൻസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിൽ നിന്ന് ചർച്ചിനൊരു വിഹിതം കൊടുത്തിട്ട് അത് ചർച്ചല്ല ഉപയോഗിക്കുന്നത്. ചർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം അതിൽ നിന്നൊരു ഹ്യൂജ് വെൽത്ത് എടുത്തുകൊണ്ട് പോവുക. അതുകൊണ്ടാണ് പെസൻസ് ചർച്ചിനെതിരാവാനായിട്ട് കാരണം. ചർച്ചിനെതിരെന്ന് പറഞ്ഞാൽ ചർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എതിരാവാൻ കാരണം. The problem with the church was clearly evident in the statement of a rebel leader, namely Wat Taylor. During the course of the revolt, Wat Taylor demanded that all the lands and tenements of the church should be taken from them and divided among the commons, only reserving them a reasonable substance. അതാണ് ചർച്ചിൻ്റെ ഡിമാൻഡ്. അതാണ് പെസൻസിൻ്റെ ഡിമാൻഡ്. പെസൻസിലെ ഏറ്റവും മികച്ചൊരു ലീഡറായിട്ടുള്ള വാട്ട് ടൈലർ പറയാണ്, ചർച്ചിൻ്റെ കീഴിലുള്ള ഭൂമി മുഴുവൻ പിടിച്ചെടുക്കുക, എന്നിട്ടത് സാധാരണക്കാർക്ക് ഇടയിൽ വിതരണം ചെയ്യുക, കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചർച്ചിന് ഒരു ചെറിയ ഭാഗം മാത്രം മാറ്റി കൊടുക്കുക. എന്തിനു വേണ്ടി? ചർച്ചിന് നിലനിന്ന് പോകാനുള്ള ഒരു ജീവനാംശം കണ്ടെത്താനുള്ളത് മാത്രം കൊടുത്തിട്ട് ബാക്കിയെല്ലാം ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. അതായിരുന്നു പെസൻസിൻ്റെ ആവശ്യം. നമുക്കിനി സോഷ്യൽ ഫാക്ടറിലേക്ക് പോകാം. സോഷ്യൽ ഇൻഇക്വാളിറ്റി had been prevalent in England during the 14th century because of serfdom. A serf was a form of unfree peasant and met harsh treatment from the landlords in the feudal manners. The introduction of Statute of Labours in 1351 proved great miseries to the serfs and peasants. The statute prevented both social and economic mobility of the serfs and the peasants. They were forced to remain in the same jobs instead of searching for higher wages. ഇതുകൊണ്ടാണ് സ്റ്റേറ്റ്യൂട്ട് ഓഫ് ലേബർ എന്തായി മാറാൻ കാരണം? ഒരു സോഷ്യൽ ഫാക്ടറായിട്ട് മാറാൻ കാരണം. ആണ് ഞാൻ പറഞ്ഞത്, കണക്ട് ചെയ്യുക. സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം ഒരു വലിയ പോപ്പുലേഷൻ ഇല്ലാതായി. അപ്പോൾ ഉള്ള പോപ്പുലേഷന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഹയർ വേജ് വേണം. ഹയർ വേജ് ചോദിച്ചാൽ കൊടുക്കാൻ ആൾക്കാരില്ലാത്തത് കൊണ്ട് ഗവൺമെൻറ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബർ ഇറക്കി പഴയ വേജ് ലിമിറ്റിൽ തുടരാനായിട്ട് ആവശ്യപ്പെട്ടു. അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചെടുത്തു. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബർ മൂലം
ആളുകൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റണില്ല. അവരതേ മാനറിൽ തന്നെ തുടരേണ്ടി വരികയാണ്. അവരേത് ലോഡിൻ്റെ കീഴിലാണോ ആ ലാൻഡ് ലോഡിൻ്റെ കീഴിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ അവർക്കൊരു ഇക്കണോമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ഒരിടത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയാണ് പെസന്റ് റിവോൾട്ടിന് മറ്റൊരു കാരണമായത്. Another law introduced in 1363 created wider social division in England. These laws were called sumptuary law. These laws were intended to regulate and reinforce social hierarchies and moral truth. Restrictions on clothing, food and luxury expenditure, often depending on one's personal social rank. Sumptuary laws prevented commoners from imitating the appearance of the aristocrats. വളരെ നീചമായിട്ടുള്ളൊരു രീതി. അതായത് സാങ്ച്വറി ലോ വന്നതോടുകൂടി ആളുകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, ഇതിനൊക്കെ ഒരു സോഷ്യൽ ഡിവിഷൻ കൊണ്ടുവന്നു. ഞാൻ സൊസൈറ്റിയിലെ ഏത് റാങ്കിലാണോ ആ റാങ്കുകാർക്കൊക്കെ ഒരുപോലത്തെ വസ്ത്രം, ആ വസ്ത്രം ധരിക്കാൻ വേറൊരു റാങ്കുകാരന് അനുവാദമില്ല. ഞാൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവന് അനുവാദമില്ല. അപ്പോൾ ഒരു സൊസൈറ്റിയിലൊരു ഇംപാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു, ഒരു പാർഷ്യാലിറ്റി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അതുകൊണ്ടാണ് അതൊരു സോഷ്യൽ ഫാക്ടറായിട്ട് മാറുന്നത്. സൊസൈറ്റിയിൽ തന്നെ 2, 3, 4 കാറ്റഗറിയിലുള്ള ആൾക്കാരെ സൃഷ്ടിച്ചു. സാങ്ച്വറി ലെജിസ്ലേഷൻ റിവീൽസ് ദി കോൺസെപ്റ്റ് ദാറ്റ് peasants were lesser people or were not equal to the nobles. These sumptuary laws not only created a social divide between the peasantry and the elite, it also gave the royal authority another way to collect fines or for their various reasons. In short, the dreadful social division prevailed among the commons and aristocrats in the 14th century. England contributed heavily to the great peasant uprising of 1381. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനൊരു ഡിവിഷൻ എന്ന് മനസ്സിലായില്ലേ? ഈ ഡിവിഷൻ തെറ്റിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഹയർ ക്ലാസ്സിലുള്ള ആളും നിങ്ങൾ ലോവർ ക്ലാസ്സിലുള്ള സോഷ്യൽ സ്ട്രാറ്റയിൽപ്പെട്ട ആളാണെന്ന് വിചാരിക്കൂ. ഞാൻ ധരിക്കുന്ന പോലെ ഷർട്ടും ജീൻസും ധരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങൾക്കത് ധരിക്കാൻ പാടില്ല. നിങ്ങൾ ധരിക്കേണ്ടത് ഒരു തോർത്ത് മുണ്ടും മുകളിൽ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ബനിയനും ആണെന്ന് വിചാരിക്കൂ. ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ടായപ്പോൾ നിങ്ങളൊരു ഷർട്ട് മേടിച്ചിട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഫൈൻ ചുമത്തും. നിയമം തെറ്റിച്ചില്ലേ? അപ്പം നിയമം തെറ്റിച്ചു എന്ന പേര് പറഞ്ഞ് വീണ്ടും ഫൈനുകൾ മേടിച്ചു കൂട്ടാനുള്ള ഒരു മാർഗമായിട്ടും കൂടിയാണ് സാങ്ച്വറി ലോസ് എന്ന പേരിൽ 1363 ഇംഗ്ലണ്ടിലെ ഗവൺമെൻറ് പുതിയൊരു നിയമം പാസ്സാക്കുന്നു. അപ്പം ഇങ്ങനെ പൈസ വീണ്ടും വീണ്ടും ഇവരിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ശക്തമാവാനായിട്ടത് കാരണമായി തീർന്നു. അത് 1381 പെസന്റ് റിവോൾട്ടിലേക്ക് നയിച്ചു. ഇനി കോഴ്സ് ഓഫ് ദ റിവോൾട്ടിൻ്റെ കാലഘട്ടം എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. When Adam delved and Eve span, who then was the gentleman? This oft-quoted verse from rebel leader and the priest John Ball has echoed through the centuries as one of the most famous rallying cries during the peasant revolt of 1381. The peasants' revolt first began in Fobbing. Fobbing എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലൊരു ടൗൺ ആണ്. എ ടൗൺ ലൊക്കേറ്റഡ് ഇൻ ഇസെക്സ്, ഈസ്റ്റ് ഓഫ് ലണ്ടൻ.
Here the leaders of peasants was തോമസ് ബേക്കർ. തോമസ് ബേക്കറും ജോൺ ബോളും കൂടിയിട്ടാണ് സമരത്തിന് തുടക്കം കുറിക്കുന്നത്. അതിൽ തന്നെ തോമസ് ബേക്കർ ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് അല്ലെങ്കിൽ ഫോബിങ്ങിൽ നിന്ന് യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നു. തോമസ് ബേക്കർ ആൻഡ് ഹിസ് കമ്പാനിയൻസ് refused to pay pool tax and attacked a tax collector named Thomas D. Bamptown, forced him to return to London. അപ്പോൾ തോമസ് ബേക്കർ എങ്ങനെയാണ് പെസന്റ് റിവോൾട്ടിന് തുടക്കം കുറിച്ചതെന്നാണ് പറയുന്നത്. അന്ന് അവർക്ക് ഏർപ്പെടുത്തിയിരുന്ന പൂൾ ടാക്സ്, നമ്മൾ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ റീസൺസിൽ പഠിച്ച പൂൾ ടാക്സ് കളക്ട് ചെയ്യാൻ വന്ന ടാക്സ് കളക്ടറെ അത് അടക്കില്ല എന്നും അയാൾ അവിടെ നിന്ന് തിരിച്ചു പോകണമെന്നും ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇവർ ആവശ്യപ്പെട്ടു. അപ്പോൾ തോമസ് ബേക്കറിൻ്റെ നേതൃത്വത്തിൽ ഇവരുടെ ഈ ആവശ്യം അംഗീകരിക്കാതെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ടാക്സ് കളക്ട് ചെയ്യാൻ വന്ന ആൾ തിരിച്ച് ലണ്ടനിലേക്ക് തന്നെ പോവേണ്ടി വന്നു. ഫോളോയിങ് ദ ഇൻസിഡൻറ്റ് അറ്റ് ഫോബിംഗ്, നിയർലി 50,000 peasants rallied and burned all the villages around the area of Essex because some villages were not cooperated with the rebels and helped the government. അപ്പോൾ അവിടെ ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു. ഇവർ ടാക്സ് അടക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച ആളോട് അവിടെയുള്ള ചില വില്ലേജിലെ ആൾക്കാർ നല്ലൊരു സ്വീകരണ സമീപനം സ്വീകരിച്ചു. അവർ ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കാൻ തയ്യാറായിരുന്നു. വില്ലേജേഴ്സ്, ടൗണിലുള്ളവർക്കാണ് പ്രശ്നം ഉണ്ടായത്. ടൗണിലുള്ള പെസൻസാണ് അടക്കില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചത്. എന്നിട്ട് ഇവർ ഏകദേശം ഒരു 50,000 പേര് ഒരു റാലി ആയിട്ട് ഇവർ നേരെ എങ്ങോട്ട് വരികയാണ്? ലണ്ടനിലേക്ക് വരികയാണ്. വരണ വഴിയിൽ കണ്ണി കണ്ട വില്ലേജുകൾക്കൊക്കെ ഇവർ തീയിട്ടു. കാരണം എന്താ? വില്ലേജ് ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അവിടെയുള്ള ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർ പേടിച്ചിട്ടാണ്. പക്ഷെ അവർ പൈസ അടയ്ക്കാൻ തയ്യാറായി, പൂൾ ടാക്സ് പേ ചെയ്യാൻ തയ്യാറായി. ടൗണിലുള്ളവരാണ് ഒരു അജിറ്റേഷനുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ട വില്ലേജേഴ്സ് കൂടെ നിന്നില്ല എന്നുള്ള ദേഷ്യം കൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? ഇതിനെതിരെ ശക്തമായിട്ട് ഈ പറയപ്പെടുന്ന വില്ലേജുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിക്ക് ഇവർ തയ്യാറായത്. After this incident, the peasants began to gather in the Kentish township and marched to Maidstone, where they killed some infamous lords and government officials. അതിനുശേഷം ഈ വില്ലേജുകൾക്കൊക്കെ തീയിട്ട് ഇവർ കെൻറ്റിഷ് ടൗൺഷിപ്പിൽ ഒത്തുചേർന്നു, ഒരു മീറ്റിംഗ് പോലെ. എന്തിനു വേണ്ടി? ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? കാരണം നമ്മൾ ടാക്സ് പേ ചെയ്യാണ്ട് ഒരാളെ തിരിച്ചയച്ചു, പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ല. അയാൾ പോയാൽ വേറൊരാൾ ടാക്സ് കളക്ട് ചെയ്യാൻ വരും. അങ്ങനെ വന്നാൽ ഇനി എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ നിയമം എടുത്തു കളയാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ആലോചനകൾ അവരിൽ നിന്ന് ശക്തമാവാൻ തുടങ്ങിയ സമയത്താണ് അവർ തീരുമാനിക്കുന്നു, നമുക്കിവിടുന്ന് നേരെ മെയ്ഡ്സ്റ്റോൺ എന്ന് പറയുന്ന അടുത്ത സെൻറ്ററിലേക്ക് മാർച്ച് ചെയ്യാം. അവിടേക്ക് അവർ മാർച്ച് ചെയ്യുന്ന വഴിയിൽ കണ്ട എല്ലാ ലാൻഡ് ലോഡ്സിനെയും ഗവൺമെൻറ് ഓഫീഷ്യൽസിനെയും ഒക്കെ കൊന്നുകളഞ്ഞു. സമരം എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഷേധം മാത്രമായിരിക്കണം, അല്ലാതെ കൊലപാതകത്തിനുള്ളൊരു അവസരമായിട്ട് അവരതിനെ കണക്കാക്കിയത് വലിയൊരു പ്രശ്നത്തിന് കാരണമായി. ഫ്രം മെയ്ഡ്സ്റ്റോൺ the rebel peasant moved to Rochester and met with peasants from Essex and laid siege to the castle of feudal lords. The rebels released all the prisoners held in the castle and began their arduous journey to London, the seat of Richard II. മെയ്ഡ്സ്റ്റോണിലെത്തിയതിന് ശേഷം ഇവരെന്ത് ചെയ്തു? ഇസെക്സിൽ നിന്നും പുറപ്പെട്ട ഒരു വലിയ ഗ്രൂപ്പുമായിട്ട് ക്ലബ് ചെയ്യുകയും പിന്നീട് അവർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറി. എന്നിട്ട്
അവർ ഒരുമിച്ച് ലണ്ടനിലേക്ക് യാത്ര ചെയ്യാണ്. ഈ യാത്രയ്ക്കിടയിൽ കണ്ണിൽ കണ്ട എല്ലാ കാസിലുകളും കോട്ടകളും കൊട്ടാരങ്ങളും ഒക്കെ തകർത്തു. അവിടെ അടിമകളാക്കിയിട്ടിരുന്ന പ്രിസണേഴ്സ് ആക്കി വെച്ചിരുന്ന എല്ലാവരെയും മോചിപ്പിച്ചു. മോചിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മോചിതരായവരൊക്കെ കാര്യവും കാരണവും ഒന്നും അന്വേഷിക്കാതെ ഇവരുടെ കൂടെ മാർച്ച് ചെയ്യും. കാരണം അവർ തുറന്നു പിടിച്ചത് ഇവരാണല്ലോ. അപ്പോൾ ഇവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ ആൾക്കാരെ കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രിസൺസ് ഒക്കെ പൊളിച്ച് അവിടെയുള്ള ആളുകളെയൊക്കെ അവർ പുറത്തിറക്കി. എന്നിട്ട് ഇവർ നേരെ ലണ്ടനിലേക്ക് വരികയാണ്. ലണ്ടനിലേക്ക് എന്തിനാണ് വരുന്നത്? ഇതിനെല്ലാം കാരണക്കാരനായ റിച്ചാർഡ് സെക്കൻഡ് എന്ന് പറയുന്ന രാജാവിനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ. ഓൺ ദി വേ ടു ലണ്ടൻ ദ പെസൻസ് റിസ്റ്റോർഡ് ദ ഹോംസ് ഓഫ് ട്രൈറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ഡ്യൂക്ക് ഓഫ് ലാൻകാസ്റ്റേഴ്സ് ഹൗസ്ഹോൾഡ്. They sold all the supplies and goods of the manor at a cheap price to the commoners. ഇവരുടെ പ്രതിഷേധം അങ്ങോട്ട് എന്തൊക്കെ ചെയ്തിട്ട് അത് അടങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ കണ്ണി കണ്ട ഹൗസ് ഹോൾഡ്സ് ഒക്കെ തല്ലി തകർത്തു. ലാൻഡ് ലോഡ്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വലിയ വീടുകളൊക്കെ തല്ലിപ്പൊളിച്ചു. എന്നിട്ടാണ് ഇവരുടെ യാത്ര തുടരുന്നത്. അതിനുശേഷം അവിടെ നിന്നൊക്കെ കിട്ടിയ ഗുഡ്സും മുഴുവൻ കൊണ്ടുവന്നിട്ട് തുച്ഛമായ വിലയ്ക്ക് സാധാരണക്കാരന് കൊടുത്തു. അത് ഭക്ഷണമായാലും ശരി, ഏതെങ്കിലും തരത്തിലുള്ള ഐറ്റംസ് ആയാലും ശരി, ഒക്കെ സാധാരണക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു, ഒന്നും ബാക്കിയില്ലാത്ത വിധം. കാരണം സാധാരണക്കാരനാണല്ലോ കഷ്ടപ്പെട്ടത്. അവൻ്റെ കഷ്ടപ്പാട് അകറ്റാൻ വേണ്ടിയിട്ട് ചീപ്പെന്ന് പറഞ്ഞാൽ നിസ്സാര വിലയ്ക്ക് എല്ലാ സാധനങ്ങളും വിതരണം ചെയ്ത് ഇവർ അവസാനിപ്പിച്ചു. All this event show that the rebels had an upper hand in the initial stage of the revolt. അപ്പോൾ ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി റിവോൾട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവാണ്. റെബല്യൻസിന് തന്നെയാണ്, പ്രതിഷേധക്കാർക്ക് തന്നെയാണ് മുൻതൂക്കം. പക്ഷേ ഈ മുൻതൂക്കം എപ്പോൾ അവസാനിക്കുന്നു എന്നുള്ളതാണ് വിഷയം. തുടക്കത്തിലൊക്കെ അവർ തന്നെയായിരുന്നു മുൻപിൽ. ഇനി അവർക്ക് നേതൃത്വം കൊടുത്ത ആളാണ് വാറ്റ് ടൈലർ ആൻഡ് സീജ് ഓഫ് ലണ്ടൻ. വാറ്റ് ടൈലർ വാസ് prominent leader of the rebels and led the attacks in London. ലണ്ടനിലെ അപ്പോൾ കെൻഡിഷ് ടൗൺഷിപ്പിൽ നിന്നും ഇസെക്സിൽ നിന്നും വന്ന ആൾക്കാർ ഒരു ടീമായിട്ട് ജോയിൻ്റ് ആയിട്ട് അവർ ലണ്ടനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പറയുന്ന വാട്ട് ടൈലർ ഓൾറെഡി ലണ്ടനിലുണ്ട്. അയാൾ അവിടെ നിന്നൊരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. The peasant rebels from Kent and Essex, led by Wat Taylor, marched to London and to get their demands materialized from the monarch Richard II. അങ്ങനെ കെൻറ്റിൽ നിന്ന് വന്നവരും എസെക്സിൽ നിന്ന് വന്നവരും ലണ്ടനിൽ നിന്നുള്ളൊരു വിഭാഗവും കൂടിച്ചേർന്ന് ഒരുമിച്ച് വാട്ട് ടൈലറിൻ്റെ നേതൃത്വത്തിൽ റിച്ചാർഡ് സെക്കൻഡിൻ്റെ മുൻപിൽ ചെന്ന് നിന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ അംഗീകരിച്ചാലേ സമരം നിർത്തൂ എന്നവർ ശക്തമായിട്ട് വാദിച്ചു. ട്രാവലിംഗ് അറൗണ്ട് ലണ്ടൻ ദ പെസൻസ് റിലീസ്ഡ് പ്രിസണേഴ്സ് ഫ്രം ഫ്ലീറ്റ് സ്ട്രീറ്റ് പ്രിസൺ, ന്യൂഗേറ്റ് പ്രിസൺ ആൻഡ് വെസ്റ്റ്മിനിസ്റ്റർ പ്രിസൺ. ഇങ്ങനെ രാജാവിൻ്റെ മുൻപിലേക്ക് പോകുന്ന വഴിയിലും കിട്ടിയ ജയിലുകളൊക്കെ അടിച്ച് തകർത്ത് അവിടെയുള്ള പ്രിസണേഴ്സിനെയൊക്കെ മോചിപ്പിച്ചു. കാരണം പ്രതിഷേധത്തിന് ആൾക്കാരും കൂടണം, ഒപ്പം തന്നെ ഒരു കാരണവും കൂടാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടവരെ മോചിപ്പിക്കേണ്ടത് തങ്ങളുടെ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവ് അവരെ കൊണ്ടത് ചെയ്യിച്ചു. ഫൈനലി ദ റെബൽസ് ലെയ്ഡ് സീച്ച് ടു ദി ടവർ ഓഫ് ലണ്ടൻ. Richard II proclaimed that if all rebels left the siege of London Tower, they would be pardoned of their crimes, but they were not ready to surrender. And what Taylor said, they would not leave until the peasants had gained charters that claimed they were free of serfdom. അതാണ് പ്രശ്നം. അപ്പോൾ ലണ്ടനിലെ രാജാവിൻ്റെ ടവറിലേക്ക് കുതിച്ച് കയറി വന്ന പെസൻസിനോട് റിച്ചാർഡ് സെക്കൻഡ് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, പക്ഷേ ആ തെറ്റിന് നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരാം. എങ്ങനെയാണെങ്കിൽ
നിങ്ങളെല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകുന്നവർക്കൊക്കെ മാപ്പ്, ഇതുവരെ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ്. രാജാവിൻ്റെ ടവറിലേക്ക് ഇടിച്ചു കയറിയതിനും കണ്ണി കണ്ട പ്രിസൻസ് കുത്തി തുറന്ന ആളുകളെ മോചിപ്പിച്ചതിനും പല വില്ലേജുകൾ കത്തിച്ചതിനും ലാൻഡ് ലോഡ്സിനെ കൊന്നതിനും ഗവൺമെൻറ് ഓഫീഷ്യൽസിനെ കൊന്നതിനും ഒക്കത്തിന് നിങ്ങൾക്ക് മാപ്പ് തരാം. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങളെല്ലാവരും തിരിച്ചു പോകണം. അത് അംഗീകരിക്കുന്നവർക്ക് മാപ്പ് തരാൻ രാജാവ് തയ്യാറാണെന്ന് അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു. പക്ഷെ അവരുടെ ലീഡറായിട്ടുള്ള വാട്ട് ടൈലർ പറഞ്ഞു, ഞങ്ങൾ ഒരാൾ തിരിച്ചു പോവില്ല, പോകണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വെച്ച ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ച് ഇംഗ്ലണ്ടിൽ അടിമത്വം സെർഫ്ഡം ഇല്ലാതാക്കണം, അതിനുശേഷം ആലോചിക്കാം പിരിഞ്ഞു പോണ കാര്യം. In the meantime, some rebels dragged the Archbishop and Chancellor of England named Simon Tybalt to Tower Hill, where he was beheaded. Sir Robert Hales, the Treasurer of England, was also killed by the rebels. Richard II feared, and he was forced to agree some demands of the rebels, such as end to serfdom, as well as not to pay homage or give services to any lord. അതാണ് പെസൻസിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അന്നത്തെ ആർച്ച് ബിഷപ്പിനെയും ചാൻസലറിനെയും പിടിച്ചു കൊണ്ടുപോയി അവർ കൊന്നു കളഞ്ഞു. റബൽസ് എന്ന് വെച്ചാൽ പെസൻസ് തന്നെ, വിപ്ലവകാരികൾ. അതും കഴിഞ്ഞ് സർ റോബർട്ട് ഹെയിൽസ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ ട്രഷററെ പിടിച്ചുകൊണ്ടുപോയി കൊന്നു. ഓരോരുത്തരായിട്ട് കൊല്ലണം കണ്ടപ്പോൾ റിച്ചാർഡ് സെക്കൻഡിന് പേടിയായി. ഇനി ഇവരുടെ അടുത്ത് ബലം പിടിച്ചാൽ അടുത്തത് കൊല്ലാൻ പോണത് തന്നെ. അതുകൊണ്ട് അദ്ദേഹം വേഗം ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഇംഗ്ലണ്ടിൽ സെർഫ്ഡം, അടിമത്വം അല്ലെങ്കിൽ ഒരാളുമായിട്ടുള്ള ബോണ്ടേജ് അവസാനിപ്പിക്കുന്നു. ഇനി ആരും ഫ്രീ ആയിട്ട് ഒരു തരത്തിലുള്ള സർവീസും ഒരു ലാൻഡ് ലോഡ്സിനും ചെയ്തു കൊടുക്കണ്ട. സർവീസ് ചെയ്താൽ പേയ്മെൻറ്റ് മേടിക്കുക. ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാവരെയും മാറ്റിയതായിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തു. ബട്ട് വാട്ട് ടൈലർ വാസ് treacherously murdered following his death ended much acclaimed peasants revolt. പക്ഷേ ഈ സമയത്താണ് വാട്ട് ടൈലർ അവരുടെ നേതാവിനെ കൊന്നുകളഞ്ഞു. രാജാവിൻ്റെ സൈനികരെ അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വാട്ട് ടൈലർ തന്നെ കൊന്നു. വാട്ട് ടൈലർ മരിച്ചതോടുകൂടി പെസന്റ് റിവോൾട്ടിൻ്റെ ശക്തി കുറയാൻ തുടങ്ങി. റിച്ചാർഡ് സെക്കൻഡ് withdrew all the promises that he had given to the peasants during the final stage of the revolt. നേതാവ് പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ രാജാവ് സ്വന്തം സ്വഭാവം പുറത്തെടുത്തു. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്ന എല്ലാ വാഗ്ദാനങ്ങളും നിരുപാധികം പിൻവലിക്കുന്നു. സെർഫ്ഡം അവസാനിച്ചിട്ടില്ല. ലാൻഡ് ലോഡ്സിന് ഫ്രീ സർവീസ് ചെയ്തു കൊടുക്കണം. ഫ്രീമെൻ ഇല്ല, എല്ലാവരും അൺഫ്രീമെൻ ആണ്. പണിയെടുക്കാൻ നിർബന്ധിതരായിട്ടുള്ള സമൂഹമായിട്ട് തന്നെ തുടരണം എന്ന് അദ്ദേഹം പറയാനായിട്ട് കാരണമായി. ടു കൺക്ലൂഡ്, ദ പെസൻസ് റിവോൾട്ട് ഇൻ 1381 is viewed as a turning point, enabling peasants to gather to demand more freedom from their lords. ശരിക്കും ടോട്ടാലിറ്റിയിൽ നോക്കിയാൽ പെസന്റ് റിവോൾട്ട് ഒരു പരാജയമായിരുന്നുവെങ്കിലും ആദ്യമായിട്ട് പെസൻസിനെ ഒന്നിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ച, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കിയ, അതിനുവേണ്ടി പോരാടണമെന്നവരെ പഠിപ്പിച്ചു കൊടുത്ത ഒരു സമര രീതിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമരമുഖമായിട്ട് ഇതിനെ കണക്കാക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് വിളിക്കാം, പെസന്റ് റിവോൾട്ടിന് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് തന്നെയാണ്
ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ കണക്കാക്കുന്നു. The rebellion had frightened the rich and made them realize that they could not push the peasants and commons too far. Though the rebellion was crushed and Richard's promises were not kept, over the following years, the demands of the peasants were largely met. In short, the peasants' revolt of 1381 has been considered as a turning point in the history of England. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിട്ട് തന്നെയാണ് ഈ പെസൻറ്റ് റിവോൾട്ടിനെ കണക്കാക്കുന്നത്. ശരിക്കും പരിശോധിച്ചാൽ പെസൻറ്റ് റിവോൾട്ട് ഒരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാക്കി തന്നിട്ടില്ല. പെസൻസിന് അവരുടെ സെർഫ്ഡം അവസാനിപ്പിക്കാൻ പറ്റിയില്ല, ടാക്സുകൾ പിൻവലിപ്പിക്കാൻ പറ്റിയില്ല, അവരനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്നൊരു മോചനം കിട്ടിയില്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിലും പെസൻറ്റ് റിവോൾട്ട് ഒരു വിജയമായിരുന്നു, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് കണക്കാക്കുന്നതിനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പെസൻസിനെ ഒന്നിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വയം വാദിക്കാനുമുള്ളൊരു ശക്തി അവർക്ക് ഉണ്ടാക്കി കൊടുത്ത സംഭവമാണ് 1381 പെസൻറ്റ് റിവോൾട്ട്. അതുകൊണ്ടാണ് ആ സംഭവത്തെ ചരിത്രം ഇത്ര പ്രാധാന്യത്തോടു കൂടി കാണുന്നതും ഒപ്പം തന്നെ എന്തു ചെയ്യുന്നതും ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ചരിത്രത്തെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ ട്രേഡ് വളരുന്നത് എന്നും അതിനെ തുടർന്നുണ്ടാകുന്ന ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെ, പ്രത്യേകിച്ച് വൂൾ ട്രേഡിൽ ഇംഗ്ലണ്ട് കൊണ്ടുവന്ന മുന്നേറ്റം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നെടുത്ത ഭാഗം എല്ലാവരും നല്ല വ്യക്തമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. എന്താണ് റിലീജിയസ് ഫാക്ടർ എന്നും എന്താണ് സോഷ്യൽ ഫാക്ടർ എന്നും ആൻഡ് ദ കോസ് ഓഫ് ദ വാർ എന്നുള്ളതും അല്ലെങ്കിൽ റിവോൾട്ട് എന്നുള്ളതും ചർച്ച ചെയ്ത് മനസ്സിലാക്കി. വാട്ട് ടൈലറുടെ ഇമ്പോർട്ടൻസ്, അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ സമരത്തിന് ശക്തി ഉണ്ടായിരുന്നു, രാജാവ് പ്രോമിസ് ചെയ്തതാണ് ഇതെല്ലാം അംഗീകരിക്കാം. പക്ഷെ വാട്ട് ടൈലർ മരിച്ചു എന്നറിഞ്ഞ വഴിക്ക് രാജാവ് മറുകണ്ഠം ചാടി അദ്ദേഹത്തിൻ്റെ തനത് സ്വഭാവം പുറത്തെടുത്തു. അപ്പോൾ ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞ് എങ്ങനെ പെസൻറ്റ് റിവോൾട്ട് ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് അത് ക്ലാരിറ്റി വരുത്തി മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.